السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. أما بعد. ആദരണീയരായ പണ്ഡിതന്മാരെ, അല്ലഫൽ അലിഫ് അർത്ഥവും വ്യാഖ്യാനവും പാർട്ട് 7. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. ഖല്ലി, നീ ഉപേക്ഷിക്കുക. ഖില്ലി, എൻ്റെ കൂട്ടുകാര, എൻ്റെ സഹോദര. ഖുല്ലത്തൽ ഖിദിലാനി, ഉദവിക്കട്ടവരോട് കൂട്ടുകൂടലിനെ, അവരെ ഇഷ്ടം വെക്കലിനെയും നീ ഒഴിവാക്കിക്കോ. ഖൗഫൽ ഖാത്തിമത്തി, എന്തിനു വേണ്ടിയാണ് ഇത്തരക്കാരോട് കൂട്ടുകൂടലിനെ നീ ഒഴിവാക്കുന്നത്? ഖൗഫൽ ഖാത്തിമത്തി, ഖാത്തിമത്തിനെ, അന്ത്യം മോശമാവലിനെ ഭയപ്പെട്ടതിന് വേണ്ടി, മരണം മോശമാവലിനെ ഭയപ്പെട്ടതിന് വേണ്ടി. ഖാലിൽ, നീ സഹവസിച്ചോ, കൂട്ടുകൂടിക്കോ. ഖലീലൻ, നിഷ്കളങ്കനും താഴ്മയുള്ളവനും തെളിഞ്ഞ സ്നേഹമുള്ളവനുമായ ഒരു കൂട്ടുകാരനെ കണ്ടെത്തുകയും അവനോട് നിരന്തരം സഹവസിക്കുകയും നീ ചെയ്യുക. എങ്ങനെയുള്ള സഹോദരനാണ്? ഖാമിലൽ വസ്ഫി, അവൻ പ്രസിദ്ധിയെ മറച്ചുവെച്ചവനാണ്, തനിക്ക് ഒരു പ്രസിദ്ധിയും വേണ്ട എന്ന് വെച്ചവനാണ്. മാത്രമല്ല മിനൽ ഖൽഖാലി ഖാൽ, തന്റെ കാലിൽ നിന്ന് പാദസരത്തെ ഒഴിവാക്കിയവരുമാണ്. കിരുങ്ങുന്ന കാലിലെ ആഭരണത്തെ ഒഴിവാക്കിയവനുമാണ് അവൻ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ പാടെ ഒഴിവാക്കി വളരെ താഴ്മയുള്ളവനുമാണ് അവൻ. അങ്ങനെയുള്ള കൂട്ടുകാരനെ കണ്ടെത്തുകയും അവരോട് നിരന്തരം സഹവസിക്കുകയും നീ ചെയ്യുക. സുബ്ദത്തുൽ ബൈത്തി, ഈ ബൈത്തിന്റെ സാരം. ഉത്റുഖിയ സദീഖിയൽ ഹബീബി, പ്രിയങ്കരനായ എൻ്റെ കൂട്ടുകാര, സ്നേഹിത, നീ ഉപേക്ഷിച്ചോ. സദാഖത്ത ശർരി വൽ ഹിർമാനി, നാശകാരിയോട് കൂട്ടുകൂടലിനെ. വൽ ഹിർമാനി അനിൽ ഖൈരി, നന്മയെ തൊട്ട് തടയപ്പെട്ടവനോട് കൂട്ടുകൂടലിനെയും നീ ഉപേക്ഷിച്ചോ. ലി ഖൗഫി സൂഇൽ ഖാത്തിമത്തി, സൂഉൽ ഖാത്തിമത്തിനെ ഭയപ്പെട്ടതിന് വേണ്ടി. ഇത്തരക്കാരോട് കൂട്ടുകൂടുമ്പോ അവസാനം മോശമാകലിനെ ഭയപ്പെടേണ്ടി വരും. അഖിം അലാഖത്ത സദാഖത്തി, സ്നേഹബന്ധം എന്ന ആ ബന്ധത്തെ നീ നിലനിർത്തിക്കോ. ബിസ്സദീഖിൽ മുതവാദിഇ, താഴ്മയുള്ള ഒരു കൂട്ടുകാരനോട്. ഹാമിദി സീത്തി വശുഹറത്തി, പ്രശസ്തിയെയും പ്രസിദ്ധിയെയും ഒക്കെ മറച്ചുവെച്ച താഴ്മയുള്ള ഒരു കൂട്ടുകാരനോടുള്ള കൂട്ടുബന്ധത്തെ നിലനിർത്തണം നീ എപ്പോഴും. അതുപോലെ തന്നെ വല്ലദീ ലാ യൽബസു ഫീ അർജുലിഹിൽ ഖൽഖാല, തന്റെ കാലുകളിൽ പാദസരം ധരിക്കാത്ത ഒരുത്തനോടും കൂട്ടുകൂടലിനെ നീ നിലനിർത്തിക്കോ. എന്തിനു വേണ്ടിയാണ് പാദസരം ധരിക്കുന്നത്? ലിയംഷിയ ബിഹി മുത്തബഖ്തിറൻ മുത്തബഖ്തിറ, അഹങ്കാരിയായിക്കൊണ്ട് നടക്കാൻ വേണ്ടി. ഈ പാദസരം ധരിക്കുക എന്നുള്ളത് സ്ത്രീകൾ കാലുകളിൽ ധരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് ശബ്ദമുണ്ടാകും നടക്കുമ്പോൾ.
ഈ ഖൽഖാലിനെ തൊട്ട് ഒഴിവാകുക എന്ന് പറയുന്നത് കിനായത്തുൻ അനി തവാദുഇ, താഴ്മയെ തൊട്ട് സൂചനയായിട്ട് പറഞ്ഞതാണ്. വൽ ഇജ്തിനാബി അനി തകബ്ബുരി വതബഖ്തുരി, അഹങ്കാരത്തിനെ തൊട്ട് വെടിയുക എന്നതിനെ തൊട്ടും സൂചനയായിട്ട് പറഞ്ഞതാണത്. ഖല്ലി എന്നുള്ളത് ഫിഅലു അംറിൻ മിൻ ഖല്ലാ യുഖല്ലി, ഖല്ലാ യുഖല്ലി എന്നതിൽ നിന്നുള്ള അംറിന്റെ ഫിഅലാണ്. വഫാഇലുഹു ളമീറുൻ മുസ്തത്തിറുൻ, അതിന്റെ ളമീർ മറഞ്ഞ ളമീറാണ് അതിന്റെ ഫാഇൽ. അംറു ഫിഅൽ ളമീർ ഫാഇൽ. വതഖ്ദീറുഹു അന്ത, അതിനെ സങ്കല്പിക്കുക അന്ത, നീ ഉപേക്ഷിച്ചോ. ഖില്ലി എന്നുള്ളത് മുനാദ മൻസൂബാണ് ബി ഫതഹത്തിൻ മുഖദ്ദറത്തിൻ അലൽ ആഖിരി, മുളാഫിൻ ഇലാ യാഇൽ മുതകല്ലിമി, മുതകല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. വാസ്ലുഹു യാ ഖില്ലി എന്നാണ്, എന്റെ സഹോദര. അപ്പൊ യാ ഖില്ലി എന്ന നിദാഇന്റെ ഹർഫിനെ അവിടെ കളയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഖുല്ലത്ത്, അൽ ഖുല്ലത്തു ബി ളമ്മിൽ ഖാഇ വൽ ലാമിൽ മുശദ്ദദത്തി, ഖാഇൽ ളമ്മാണ്, പിന്നെ ശദ്ദാക്കപ്പെട്ട ലാമും ഉണ്ട് അവിടെ. ഖുല്ലത്ത് ഇത് മൻസൂബുൻ അലാ അന്നഹു മഫ്ഊലുൻ ബിഹി ലിഫിഇലി ഖല്ലി, ഖല്ലി എന്ന അംറു ഫീലിന്റെ മഫ്ഊലാണെന്ന നിലക്ക് നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അത് വഹുവ മുളാഫുൻ, അത് മുളാഫാണ്. അൽ ഖിദ്ലാനി എന്നുള്ളത് മുളാഫുൻ ഇലൈഹിയാണ്, കസ്റത്ത് കൊണ്ട് ജർ ചെയ്യപ്പെട്ടതാണ്. ഖൗഫ എന്നുള്ളത് മൻസൂബാണ്, മഫ്ഊലുൽ ലഹു ആണ് തർക്കീബ്. എന്തിനു വേണ്ടി നീ ഉപേക്ഷിച്ചോ? ഖാത്തിമത്തിനെ, ഖാത്തിമത്ത് മോശമാകലിനെ ഭയപ്പെട്ടതിന് വേണ്ടി. അൽ ഖാത്തിമത്തി മുളാഫുൻ ഇലൈഹിയാണ്. ഇവിടെ ഒരു മുളാഫ് സങ്കല്പിക്കണം, ഖൗഫ സൂഇൽ ഖാത്തിമത്തി എന്ന്. ഖില്ലി എന്നുള്ളത് ബി കസ്രിൽ ഖാഇ വ ളമ്മിഹ, ഖാഇന് കസ്ർ കൊണ്ടും ളമ്മ് കൊണ്ടും പ്രയോഗമുണ്ട്. വൽ അവ്വലു അക്സറു, കസ്ർ കൊണ്ടുള്ള പ്രയോഗമാണ് കൂടുതലും. ബി മഅനൽ ഖലീൽ എന്നാണ്, കൂട്ടുകാരൻ. മുതകല്ലിമിന്റെ യായിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, നിദായിന്റെ ഹർഫിനെ കളയപ്പെട്ടു. ഖുല്ലത്തൽ ഖിദ്ലാൻ, ഖുല്ലത്ത് എന്നുള്ളത് ളമ്മ് കൊണ്ടാണ്, കസ്ർ കൊണ്ടും പ്രയോഗമുണ്ട്. ഖില്ലത്ത് അർത്ഥം സദാഖത്ത് എന്നാണ്, സ്നേഹബന്ധം, കൂട്ടുബന്ധം. ചിലപ്പോ സദീഖ് എന്ന അർത്ഥത്തിനും അതിനെ പറയാറുണ്ട് എന്നാ. വബിൽ ഫതഹി ഖല്ലത്ത് എന്നും പ്രയോഗമുണ്ട്. വയുത്തലഖു അയ്ദൻ അല സദീഖ്, ഖല്ലത്ത്, ഖുല്ലത്ത്, ഖില്ലത്ത് എന്നൊക്കെ പറയുമ്പോൾ സദീഖ് എന്ന അർത്ഥത്തിന് അതിനെ പ്രയോഗിക്കാറുണ്ട്. ഫമഅനാഹു അലൽ അവ്വലി ഖല്ലി സദാഖത്ത ഐ മുവാഫഖത്ത ദിൽ ഖിദ്ലാനി, ഖിദ്ലാൻ ഉടയവനോട് യോജിക്കലിനെ, അവനോട് കൂട്ടുകൂടലിനെ, അവനോട് യോജിക്കലിനെ നീ ഉപേക്ഷിച്ചോ. അപ്പൊ ദിൽ ഖിദ്ലാനി അവിടെ ഖുല്ലത്തൽ ഖിദ്ലാനി എന്നുള്ളതിന്റെ ഇടയിൽ ഖിദ്ലാനിന് തൊട്ട് മുമ്പ് ഒരു മുളാഫ് സങ്കല്പിക്കണം, ദിൽ ഖിദ്ലാനി. സദീഖ് എന്ന അർത്ഥമാകുമ്പോ ഖല്ലി സദീഖൽ ഖിദ്ലാനി, ഖിദ്ലാനിന്റെ ആ കൂട്ടുകാരനെ നീ ഒഴിവാക്കിക്കോ. ഖിദ്ലാന് ബി കസ്രിൽ ഖാഇ, ഖായിന് കസ്ർ കൊണ്ട്, സുക്കൂനി ദാലി, ദാലിന് സുക്കൂന് കൊണ്ട്. തർക്കുൽ ഇആനത്ത് എന്ന ഒരു അർത്ഥമുണ്ട്, സഹായത്തെ ഒഴിവാക്കുക. വഹുവ ഹറാമുൻ, സഹായത്തെ നമുക്കൊരു സഹായം ചെയ്തു തരലിനെ ഉപേക്ഷിക്കുക.
അത് നിഷിദ്ധമായ ഒരു കാര്യമാണ്. ദീനിയായതോ ദുന്യവിയോ ആയതോ ആയ കാര്യങ്ങളാവുമ്പോ മഅസിന്റെ മേൽ സഹായിക്കുക, തെറ്റായ കാര്യങ്ങളുടെ മേലും നമ്മളെ സഹായിക്കുക എന്ന് പറയുമ്പോൾ അത് ഹറാമു തന്നെയാണ്. വഖീല ഖിദ്ലാനിന്റെ മറ്റൊരർത്ഥം ഹിർമാന്, അജിസ് എന്നൊക്കെയാണ്. അങ്ങനെ അർത്ഥം പറഞ്ഞവരുണ്ട്. വഖീല അൽ ഖിദ്ലാനു മിനല്ലാഹി തആല, അള്ളാന്റെ പക്കൽ നിന്നുള്ള ഖിദ്ലാൻ എന്ന് പറഞ്ഞാൽ ഖൽഖുൽ ഖുദ്റത്തി ലിൽ മആസി, തെറ്റായ കാര്യങ്ങൾക്ക് കഴിവിനെ അള്ള പടക്കുക. അപ്പോ തെറ്റ് നമ്മളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരവസ്ഥ വരിക. തൗഫീഖ് എന്ന് പറഞ്ഞാൽ ഖൽഖുൽ ഖുദ്റത്തിൽ താഴത്തി, താഴത്തിന് അള്ളാഹ്ക്ക് വഴിപ്പെടാൻ വേണ്ടിയുള്ള ഖുദ്റത്തിനെ അള്ളാഹ് നമ്മളിൽ പടക്കുക എന്നുള്ളതാണല്ലോ. അപ്പൊ തെറ്റ് ചെയ്യാനുള്ള ഒരു ത്വര, അതിനുള്ള ഒരു ആ നിലക്കുള്ള ഒരു ചിന്ത അള്ളാഹു നമുക്ക് നൽകുമ്പോ ആ നമ്മെ സംബന്ധിച്ച് ഖിദ്ലാൻ എന്ന് പറയും. അപ്പോ അത്തരത്തിലുള്ള ആ ആളുകളുമായിട്ട് കൂട്ടുകൂടലിനെ നീ ഉപേക്ഷിച്ചോ. വൽഹാസിലു അന്നൽ ഖിദ്ലാന യഹ്ദുസു ബിഹിൽ ഇസ്യാൻ, ഖിദ്ലാന് കൊണ്ടുണ്ടാവുക ദോഷമാണ്. വൽ ഇസ്യാനു യഹ്ദുസു ബിഹിൽ കുഫ്റു, ദോഷമാവുമ്പോൾ അതുകൊണ്ട് ദോഷം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ തുടർച്ചയായി കുഫ്ർ വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ മുസന്നിഫ് ഖൗഫൽ ഖാത്തിമത്തി എന്ന് പറഞ്ഞത്. ഇത്തരക്കാരായ ആളുകളോട് കൂട്ടുകൂടുമ്പോ അതിന്റെ ഭവിഷ്യത്ത് അവസാനം മോശമായി മരിക്കലായി വരും, അത് പേടിക്കണം. അപ്പോ ഖിദ്ലാന് എന്നതിന്റെ അർത്ഥം തർക്കുൽ ഇആനത്തി, സഹായത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, അതായത് ഐ അനിൽ ഖൈറാത്തി, ഖൈറായ കാര്യങ്ങളെ തൊട്ടുള്ള സഹായങ്ങളെ ഉപേക്ഷിക്കുക, അതാണ് ഹറാമ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ ഖിദ്ലാന് എന്ന് പറയുമ്പോ ഉദ്ദേശിക്കുന്നത് അത്തൈസീറുൽ ഫീലിൽ മുങ്കറാത്തി വൽ മസാവി, മുങ്കറായ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ എളുപ്പമാക്കുക. അങ്ങനെയുള്ള ഒരു എളുപ്പം അള്ളാഹു അവനക്ക് നൽകുന്നത് അത് അവന്റെ ഒരു പരാജയമാണ്. അപ്പൊ ഇവിടെ ഷാഇർ ഉപദേശിക്കുന്നത് തെറ്റായ കാര്യങ്ങളെ തൊട്ടുള്ള ഒരു സുരക്ഷയെ ഇല്ലാതെയാക്കി കളയുന്ന ഏതു കൂട്ടുകെട്ടുകളെയും സ്നേഹബന്ധങ്ങളെയും ഒഴിവാക്കണം. അതുപോലെ തന്നെ പരാജയത്തെയും തുസബ്ബിബുൽ ഹിർമാന അനിൽ ഫൗസി വസ്സആദത്തി, വിജയത്തിനെ തൊട്ടും ഉള്ള തടസ്സത്തെ വലിച്ചു കൊണ്ടുവരുന്ന, അതിന് കാരണമായി തീരുന്ന കൂട്ടുകെട്ടുകളെയും നീ ഉപേക്ഷിക്കണം. അതുപോലെ തന്നെ അദമി തൗഫീഖി ഫീലിൽ ഖൈറാത്തി, ഖൈറായ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് ഇല്ലായ്മ കൊള്ളെ കൂട്ടുന്നതായ കൂട്ടുബന്ധങ്ങളെയും നീ ഉപേക്ഷിക്കണം. അത് എന്തുകൊണ്ട് അതിനെ ഉപേക്ഷിക്കണം? ഖൗഫൽ ഖാത്തിമത്തി ലി അജലി ഖൗഫി സൂഇൽ ഖാത്തിമത്തി, സൂഉൽ ഖാത്തിമത്തിനെ പേടിച്ചതിന് വേണ്ടിയാണ്. ലി അന്ന മുസാഹബത്തൽ അസ്റാരി തുബ്ഇദു വതുജന്നിബു സാഹിബഹ അൻ ഫീലിൽ ഖൈറാത്തി വൽ അഅമാലി സ്വാലിഹത്തി, കാരണം നാശകാരികളായ ആളുകളോടുള്ള കൂട്ടുകെട്ട്, അവരോടുള്ള സഹവാസം, അതാ കൂട്ടുകെട്ട് ഉള്ള വ്യക്തിയെ, കൂടിയ വ്യക്തിയെ അകറ്റുകയും അവനെ വിട്ടുനിർത്തുകയും ചെയ്യും. ഖൈറായ കാര്യങ്ങളെ ചെയ്യലിനെ തൊട്ട്, സാലിഹായ കർമ്മങ്ങൾ ചെയ്യലിനെ തൊട്ട്. അൽ അംറുല്ലദി യുഅദ്ദി ഇലാ സൂഇൽ ഖാത്തിമത്തി ഫിൽ ഹയാത്തി, ഈ ജീവിതത്തിൽ അവന്റെ ഖാത്തിമത്ത് മോശമാകൽ കൂട്ടുന്ന ഒരു കാര്യത്തിലേക്ക് അത് അവനെ ചെന്നെത്തിക്കും.
അപ്പൊ അതുകൊണ്ട് അത്തരക്കാരായ ആളുകളോടുള്ള കൂട്ടുകെട്ട് ഒഴിവാക്കണം എന്നാണ് ഈ പറയുന്നത്. വളരെ വ്യക്തമായ ഒരു കാര്യമാണ് അന്ന അസ്തിഖാ അശ്ശഖ്സി വ അഹിബ്ബാഅഹു, ഒരു വ്യക്തിയുടെ സ്നേഹിതന്മാരും കൂട്ടുകാരും അവന്റെ ഇഷ്ടക്കാരും യുഅസ്സിറൂന ഫീഹി തഅസീറൻ ബാലിഗ, അവനിൽ വല്ലാതെ സ്വാധീനം ചെലുത്തും. ഫൈൻകാനു മിൻ അഹ്ലി റുഷ്ദി വസ്സലാഹി, അപ്പൊ ഈ കൂട്ടുകാര് നന്മയുടെയും നല്ലതിന്റെയും ഒക്കെ ആളുകളിൽപ്പെട്ടവരാണെങ്കിൽ സ്വലഹ മിസ്ലഹും, അവരെ പോലെ ഇവനും നന്നാകും. വൈൻകാനു മിൻ അഹ്ലിൽ ഫിസ്ഖി വൽ ഫസാദി, ഈ കൂട്ടുകാര് ദുർനടപ്പിന്റെയും നാശത്തിന്റെയും ഒക്കെ ആളുകളിൽപ്പെട്ടവനാണെങ്കിലോ കാന മിസ്ലഹും, ഇവനും അവരെ പോലെയാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്, അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിലു, ഒരു മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ ആ ദീനിന്റെ മേലാണ്, അവൻ ഏതൊരു രീതിയിലാണോ പോകുന്നത് ആ രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങളിൽ ഏതൊരുത്തനും ആരുമായി കൂട്ടുകൂടണം എന്ന കാര്യം ചിന്തിച്ചു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി ഫകുല്ലു ഖരീനിൻ ലിൽ മുഖാരീനി യഖ്തദി എന്ന, ഒരു മനുഷ്യനെ സംബന്ധിച്ച് നീ ചോദിക്കേണ്ട അവന്റെ കൂട്ടുകാരൻ ആരാന്ന് ചോദിച്ചാൽ മതി. കാരണം ഏതൊരു കൂട്ടുകാരനും അവൻ ആരുമായി കൂട്ടുകൂടിയോ അവനോട് പിൻപറ്റും എന്നാണ്. അപ്പൊ ഇദാ കുന്ത ഫീ ഖൗമിൻ ഫസാഹിബ് ഖിയാറഹും വലാ തസ്ഹബിൽ അർദാ ഫതർദാ മഅർ റദാ, നീ ഒരു ജനങ്ങളിലായിരിക്കുമ്പോ അവരിൽ ഏറ്റവും നല്ല ആളുകളുമായിട്ട് നീ സഹവസിച്ചോ, അവരിൽ താഴ്ന്ന ആളുകളുമായും, താഴ്ന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ മോശക്കാരായ ആളുകളുമായി നീ സഹവസിക്കരുത്, എന്ന അവര് നശിക്കുന്നതോടുകൂടെ നീയും നാശത്തിൽ അകപ്പെടും എന്ന് ഒരു കവി ചൊല്ലിയത് വളരെ പ്രസക്തമാണ്. ഖാലിൽ ഖലീലൻ എന്ന് പറഞ്ഞാൽ ഇത്തഖിദ് സദീഖൻ വസാഹിബുഹു ദായിമ ഖാമിലൽ വസ്ഫി, അവൻ പ്രസിദ്ധിയെ മറക്കുന്നവനാണ്, പ്രസിദ്ധി ആഗ്രഹിക്കാത്ത ഒരു കൂട്ടുകാരനുമായി നീ കൂട്ടുകൂടണം, അങ്ങനത്തെ ആളുകളെ നീ കൂട്ടുകാരനായി കണ്ടെത്തണം. മിനൽ ഖൽഖാലി, ഖൽഖാലി എന്ന് പറഞ്ഞാൽ ഐ അല്ലദി ഹുവ ഖാലിൻ വ മുതജദ്ദിദുൻ അനിൽ ഖൽഖാലി, ഓൻ ഖൽഖാലിനെ തൊട്ട് ഒഴിവായവനും തനിച്ചവനുമാണ്. ഖൽഖാലി എന്ന് പറഞ്ഞാൽ ഹില്യത്തുൻ കസ്സിവാരി തൽബസുൻ നിസാഉ ഫി അർജുലിഹിന്ന, സ്ത്രീകൾ കാലിൽ ധരിക്കുന്ന, കയ്യിൽ ധരിക്കുന്ന വള പോലെ കാലിൽ ധരിക്കുന്ന ഒരു ആഭരണമാണ് ഖൽഖാൽ. ഇവിടെ നാദിമു റഹ്മത്തുള്ളാഹി ഉപദേശിക്കുന്നത് ഒരു പ്രസിദ്ധിയെ ആഗ്രഹിക്കാത്ത, തൻ്റെ നന്മ, താൻ നല്ലൊരാളാണെന്ന കാര്യം ജനങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് ജീവിക്കുന്ന, അവൻ പ്രശസ്തിയുടെയും ആളുകൾക്കിടയിൽ അറിയപ്പെടലിന്റെയും പിന്നിൽ പോകാതെ, ഒരു നല്ല രീതിയിൽ ആ വഴിയിലൂടെ സഞ്ചരിക്കാതെ ഏതെങ്കിലും മോശമായ രീതിയിൽ സഞ്ചരിക്കുന്ന ആളുകള്, അത്തരക്കാരായ ആളുകളുമായിട്ടല്ല, അതൊന്നും ഇല്ലാത്ത ആളുകളുമായിട്ടാണ് നീ കൂട്ടുകൂടേണ്ടത്. അതാണ് നിന്നെ നന്മയിലേക്ക് നയിക്കുക. നീ കൂട്ടുകൂടുന്ന ഇത്തരക്കാരായ ആളുകൾ പ്രശസ്തിയുടെയും പ്രസിദ്ധിയുടെയും ഒക്കെ കൂടെ പോയി അവര് ആ രീതിയിലുള്ള ആളുകളായി കഴിഞ്ഞാൽ നീയും അവരുടെ ഈ ഫിത്നയിലും ഫസാദിലും അകപ്പെടും. ഇതാണ് ഈ ബൈത്തിന്റെ സാരമായി പറഞ്ഞിട്ടുള്ളത്. അലിഫുൽ അലീഫ് ബിശറഹി അല്ലഫൽ അലിഫ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഷെയ്ഖ് തങ്ങളുടെ അവാരിഫുൽ മആരിഫ്, അതുപോലെ ഖുറത്തുൽ അലിഫ് ബി ഖസീദത്തി അല്ലഫൽ അലിഫ്, തുടങ്ങിയ 5ഓളം വരുന്ന ഷർഹുകളിൽ
ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്.